ഹലോ, ഇനി വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നേ ഇല്ലാന്ന് ഇനി ആരും പറയണ്ട. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. 2 ഗ്ലാസ് പച്ചരി 2-3 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചതാണ്. അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തേങ്ങയും 1 ഗ്ലാസ് ചോറും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തലേദിവസം രാത്രിയാണ് ഞാനിത് അരച്ചത്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഞാൻ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്. വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചതാണ്. അടിയിൽ ഞാനൊരു പ്ലേറ്റും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ മറിയും, അതുകൊണ്ട് പ്ലേറ്റ് വെച്ചത് നന്നായി. പ്ലേറ്റിലേക്ക് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നേർപ്പിച്ചിട്ട് നല്ല സോഫ്റ്റ് വെള്ളയപ്പം ചുട്ടെടുക്കാം. അപ്പച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളയപ്പത്തിൻ്റെ കൂടെ നല്ല ചൂട് മുട്ടക്കറിയാണ്. അപ്പോൾ വെള്ളയപ്പവും മുട്ടക്കറിയും നല്ല അടിപൊളി കോമ്പിനേഷനാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.